ഹലോ, സിന്ധു ഭൈരവിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഭൈരവിയാണെങ്കിൽ ദേഷ്യത്തോടു കൂടിയാണ് കാർത്തികേയനോട് സംസാരിക്കുന്നത്. എൻ്റെ റൂമിൽ എൻ്റെ പെർമിഷൻ ഇല്ലാതെ വന്നത് തന്നെ വലിയ തെറ്റാണ്. പിന്നെ എങ്ങനെയാണ് നീ എൻ്റെ ദേഹത്ത് സ്പർശിക്കുക എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് കാർത്തികേയൻ സങ്കടത്തോട് പറയാണ്, നീ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ആ ഒരു നേർച്ച നടത്തിയത്. അതുകൊണ്ട് നിന്റെ കാലിന് അങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് ഞാനിപ്പോൾ നിന്നെ വന്ന് സഹായിച്ചത്. നിന്റെ വിചാരം എന്താ? നീ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് നിന്നോടുള്ള ദേഷ്യമൊക്കെ മാറുമെന്നോ? എന്തായാലും ഇവളെ കല്യാണം കഴിച്ചു. ഇനി ജീവിതകാലം മുഴുവൻ ഇവൾ ഞാൻ പറയുന്നത് കേട്ട് എൻ്റെ ഭാര്യയായിട്ട് ജീവിച്ചോളെന്ന് നീ കരുതിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും നീ നിന്റെ മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ പറയാം, നിന്റെ അവസാനമായിരിക്കുമെന്ന്. അതൊക്കെ കേൾക്കുന്ന സമയത്ത് കാർത്തികേയൻ നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പക്ഷെ അവനൊന്നും മറുത്തു പറയുന്നില്ല. അപ്പോൾ ഭൈരവി അവനോട് പറയാണ്, ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം എൻ്റെ റൂമിൻ്റെ ഭാഗത്തോ ഞാൻ ഉള്ളതിൻ്റെ അടുത്ത് പോലും നീ വരാൻ പാടില്ല. അങ്ങനെ ഞാൻ പറഞ്ഞത് ധിക്കരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാമെന്ന് നിനക്ക് മനസ്സിൽ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ ഞാൻ നിന്നോട് പെരുമാറുന്നത് ഇതുപോലെ ആയിരിക്കില്ല. ഗെറ്റ് ഔട്ട്. അത് കേട്ട സമയത്ത് അവനാണെങ്കിൽ ദേഷ്യത്തോടെ അവളെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്താ കണ്ണു തുറന്ന് വീഴ്ച നിൽക്കുന്നത്? നിന്നോട് ഇവിടുന്ന് ഇറങ്ങി പോവാനാ പറഞ്ഞത്. ഇവള് പോവല്ലേ എന്ന് കരുതിയിട്ട് കാലിന് മരുന്ന് തടവാൻ വന്ന് എന്നെ വേണം പറയാൻ എന്നും പറഞ്ഞിട്ട് ദേഷ്യത്തോടെ കാർത്തികൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വാതിലേക്ക് അടക്കുകയാണ്. അതും അവളോടുള്ള ദേഷ്യം കൊണ്ട് തന്നെ ശബ്ദത്തോടു കൂടിയാണ് അവൻ അടക്കുന്നത്. അപ്പോൾ ഭൈരവി പറയുന്നുണ്ട്, നോക്കിയേ, ഒരു തുള്ളി പോലും ഇവന് അറിവില്ല. ഭൈരവി വയ്യാത്ത കാലുകൊണ്ട് എഴുന്നേറ്റ് പോയിട്ട് കഥ കടച്ചിട്ട് തിരിച്ചു വന്ന് കിടക്കുകയാണ്. അപ്പോഴേക്കും ടൈം ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു. ഹരിയാണെങ്കിലും സ്നേഹയാണെങ്കിലും അപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണ് ഉള്ളത്. രണ്ടുപേരും നല്ല ടയേർഡാണ്. പ്രത്യേകിച്ച് ഹരി. അവനവിടെ റൂമിൽ വന്നിരുന്ന സമയത്ത് സ്നേഹ പറയുന്നുണ്ട്, ഡ്യൂട്ടിയിലുള്ള ഡോക്ടർമാരൊക്കെ പോയി കഴിഞ്ഞു ഹരി, നീ വേണമെങ്കിൽ വീട്ടിലേക്ക് പോയിക്കോ, ഇനി ഞാൻ നോക്കിക്കോളാം. പക്ഷേ അത് കേട്ടപ്പോൾ ഹരി അവളോട് പറയുന്നത്, ഇല്ല സ്നേഹ, ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ല, ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ സ്റ്റേ ചെയ്തോളാം. അത് കേട്ടപ്പോൾ സ്നേഹയ്ക്ക് തന്നെ അതിശയാവാണ്. അവൾ എന്താണോ മനസ്സിൽ ആഗ്രഹിച്ചത് അതാണ് ഹരി പറയുന്നത്. റിയലി? അവൾ തിരിച്ച് സന്തോഷത്തോടെ ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നീ നമ്മുടെ ഓങ്കോ റൂമിൽ സ്റ്റേ ചെയ്തോളൂ. ശരി എന്ന് പറഞ്ഞ് അവനെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പോഴും സിന്ധു ആണെങ്കിൽ വീട്ടിൽ ഹരിയെയും കാത്തുകൊണ്ട് പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. റൂമിലെത്തിയ സമയത്ത് ഹരി സ്നേഹയോട് പറയാണ്, ശരി സ്നേഹ, ഞാൻ ഇവിടെ സ്റ്റേ ചെയ്തോളാം, നീ വീട്ടിലേക്ക് പോയിക്കോ. ശരി ഹരി, എങ്കിൽ നീ ഇവിടെ ഉറങ്ങിക്കോ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്നേഹ അവിടുന്ന് പോവാണ്. അവൾ പോയതിനു ശേഷം വാതിലടിച്ചിട്ട് ഹരി വന്ന് ബെഡിൽ ഇരിക്കുന്നുണ്ട്. അപ്പോഴും സിന്ധു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്, ഹരിയെ കാണാത്തതിൻ്റെ ഒരു വേവലാതിയോടെ. അവൻ്റെ ഫോണിലേക്ക് വിളിക്കുന്ന സമയത്ത് ഹരി ഫോൺ എടുത്ത് നോക്കുമ്പോൾ സിന്ധുവിൻ്റെ പേരാണ് കാണുന്നത്. അവന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ അവളുടെ പേര് കണ്ടതുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്യുന്നുമില്ല. സിന്ധുവിന് വല്ലാത്ത വിഷമാവുന്നുണ്ടായിരുന്നു അവളുടെ കോളൊന്നും ഹരി എടുക്കായിട്ട്. ഫോൺ മാറ്റി വെച്ചിട്ട് ഹരി ഉറങ്ങാൻ വേണ്ടി കിടക്കുകയാണ്. അപ്പോഴാണ് സ്നേഹ വീണ്ടും തിരിച്ചു വരുന്നത്. എന്നിട്ട് വാതിൽ നോക്ക് ചെയ്ത സമയത്ത് അവൻ വാതിൽ തുറന്ന് ചോദിക്കുന്നുണ്ട്, എന്താ സ്നേഹ, നീ ഇനിയും വീട്ടിലേക്ക് പോയില്ലേ? അതല്ല ഹരി, നീ നല്ല ഫ്രസ്ട്രേഷനിലാണ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ നിന്റെ കൂടെ ഉണ്ടാകുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാനിവിടെ നിന്റെ കൂടെ തന്നെ നിൽക്കട്ടെ. ആദ്യം അത് കേട്ടപ്പോൾ ഹരിക്കൊരു വേണ്ടാന്ന് തോന്നിയെങ്കിലും പിന്നീട് അവൻ അവളോട് കുഴപ്പമില്ല, വാ അകത്തേക്ക് വന്നു പറഞ്ഞിട്ട് അവളെ അകത്തേക്ക് ക്ഷണിക്കുകയാണ്. എനിക്ക് സ്നേഹ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ബെഡിന്റെ രണ്ട് സൈഡിലായിട്ട് ഇരിക്കുകയാണ്. അപ്പോഴാണ് വീണ്ടും സിന്ധുവിന്റെ ഫോൺ വരുന്നത്. ആരാ ഹരി ഈ സമയത്ത് വീണ്ടും നിന്നെ വിളിക്കുന്നത്? സിന്ധു, വേറെ ആര്? നീ വീട്ടിലേക്ക് പോവാത്തത് കാരണമായിരിക്കും അവളിങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യം നീ നോട്ട് ചെയ്തോ ഹരി, ഇനി നീ വീട്ടിലേക്ക് പോവാനേ പാടില്ല. അതായിരിക്കണം നീ അവൾക്ക് കൊടുക്കേണ്ട ശിക്ഷ. നാടിനും നാട്ടുകാർക്കും മുൻപിൽ വെച്ചിട്ട് നിന്നെ എത്രത്തോളം അപമാനിച്ചിട്ടാണ് നിന്നെ കൊണ്ട് അവൾ താലി കെട്ടിപ്പിച്ചത്. അതുകൊണ്ട് ഈ ശിക്ഷയായിരിക്കണം നീ അവൾക്ക് കൊടുക്കേണ്ടത്. അവൾ എങ്ങനെയാണോ നിന്നോട് പെരുമാറുന്നത് അതിന്റെ ഇരട്ടിയായിട്ട് വേണം അവൾക്ക് കൊടുക്കാൻ. നിന്റെ കൈകൊണ്ട് താലി കെട്ടിയെന്ന് കരുതി അവൾ നിന്റെ ഭാര്യ ആയെന്നാണോ? എനിക്ക് അവളെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ വല്ലാത്ത ദേഷ്യം തോന്നുവാണ്. ഒക്കെ കേട്ട് അനങ്ങാതെ നിൽക്കുകയാണ് ഹരി. പക്ഷേ സിന്ധുവിനെ കുറിച്ച് ഹരി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. മറിച്ച് സ്നേഹയോട് അവൻ നല്ല ടയേർഡാണെന്നും കുറച്ചു നേരം ഉറങ്ങിക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും കിടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഹരിക്ക് അവള് തന്നെ പൊതിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹരി പറയുന്നില്ല, വേണ്ട സ്നേഹ, ഞാൻ നോക്കിക്കോളാം, അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കിടന്നപ്പോഴേക്കും അവൾ പുതപ്പൊക്കെ എടുത്ത് പൊതിച്ചു കൊടുക്കും. ഹരി, നീ റെസ്റ്റ് എടുത്തോ, ഞാൻ ബുക്ക് വായിച്ചിട്ട് ഇവിടെ ഇരിക്കാം. ശരി സ്നേഹ എന്ന് പറഞ്ഞിട്ട് ഹരി ഉറങ്ങാൻ വേണ്ടി കിടക്കുകയാണ്. അവളാണെങ്കിൽ ബുക്ക് എടുത്തിട്ടുണ്ടെങ്കിലും ആ സമയത്തൊക്കെ അവൾ പ്രണയത്തോടു കൂടി ഹരിയെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഒരുപാട് സമയം ഹരിയെ നോക്കിയതിനു ശേഷം അവൾ ബെഡിൽ വന്നിട്ട് അവൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. ഹരിയാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. അതേസമയം വീട്ടിലാണെങ്കിൽ സിന്ധു ഹരിയെ കാത്തു നിൽക്കുന്നുണ്ട്. അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നുകയാണ് ഹരി വരായിട്ട്. ഒരുപാട് തവണ ഹരിയെ വിളിച്ചെങ്കിലും അവൻ ഫോൺ പോലും എടുക്കുന്നില്ല. പിന്നീട് അവള് നേരെ വന്നിട്ട് ഹരിയുടെ ഫോട്ടോ എടുക്കുകയാണ്. മുറിയിൽ വന്നിട്ട് ബെഡിലിരുന്നിട്ട് അവന്റെ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് സിന്ധു വിഷമത്തോടെ പറയാണ്, ഞാൻ ഡോക്ടറുടെ ജീവിതത്തിലേക്ക് വന്നത് ഡോക്ടർക്ക് വേണമെങ്കിൽ ഒരിക്കലും ഉൾക്കൊള്ളാനാവുന്നുണ്ടായില്ല. എന്നോട് അത്രയധികം വെറുപ്പുണ്ടാവും. പക്ഷേ ഡോക്ടർക്ക് ഒരു കാര്യം അറിയാമോ? എൻ്റെ ഈ ഒരു ജീവിതം എൻ്റെ 20 വർഷത്തെ സ്വപ്നമാണ് ഡോക്ടറെ. 20 വർഷത്തോളായി ഞാൻ നിങ്ങളെ മനസ്സിൽ വെച്ചിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട്. അവൾ ഹരിയുടെ ഫോട്ടോയിലേക്ക് തഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. എനിക്കറിയാം
ഡോക്ടർക്ക് പെട്ടെന്നൊന്നും എന്നെ ഉൾക്കൊള്ളാനാവില്ലെന്നും ഡോക്ടറുടെ ജീവിതത്തിലേക്ക് എന്നെ സ്വീകരിക്കാനാവില്ലെന്നും. പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട്, ഡോക്ടർ കുറച്ചു കുറച്ചായിട്ട് എന്നെ മനസ്സിലാക്കി, എൻ്റെ സ്നേഹം മനസ്സിലാക്കി എന്നെ സ്നേഹിക്കുമെന്ന്. ഡോക്ടറുടെ ദേഷ്യം ന്യായമായത് തന്നെയാണ്, അതുപോലെ തന്നെ എൻ്റെ പ്രണയവും സത്യമുള്ളതാണ്. ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഡോക്ടറുടെ പ്രണയത്തെ കൊന്നിട്ടാണ് ഞാൻ എൻ്റെ പ്രണയത്തെ ഡോക്ടറിൽ അടിച്ചേൽപ്പിച്ചത്. പക്ഷേ ഡോക്ടർ കരുതുന്നത് പോലെ സ്നേഹം അത്ര നല്ലവളൊന്നുമല്ല. അവള് ഡോക്ടറെ സത്യമായിട്ടൊന്നല്ല സ്നേഹിക്കുന്നത്. അവൾ എത്രയോ പ്രാവശ്യം എന്നെ കണ്ടിട്ട് ഡോക്ടറെ എനിക്ക് വിട്ടുതരൂ, ഞാൻ എത്ര പണം വേണമെങ്കിലും തരാന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യഥാർത്ഥ പ്രണയം മനസ്സിൽ കൊണ്ടു നടക്കുന്നവര് പണം തന്നിട്ട് പ്രണയം വാങ്ങിക്കാൻ ശ്രമിക്കില്ല. ഡോക്ടർ സ്നേഹയെ സ്നേഹിച്ചത് ഒരു പക്ഷേ സത്യമായിട്ടായിരിക്കാം, പക്ഷെ അവള് ഡോക്ടറെ സ്നേഹിക്കുന്നത് ഒരിക്കലും സത്യമായിട്ടല്ല. സിന്ധുവിന് വല്ലാത്ത സങ്കടവും നിരാശയും തോന്നുവാണ്. അവള് സമയം നോക്കുമ്പോൾ 1 മണിയായിട്ടുണ്ടായിരുന്നു. ഡോക്ടർ അപ്പോഴും എത്തിയിട്ടില്ലെന്ന് അവളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. അവന്റെ ഫോട്ടോയും കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് സിന്ധു. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ ദമയന്തിയും ഗായത്രിയും പൂജാമുറിയിലാണ് ഉണ്ടായിരുന്നത്. പ്രാർത്ഥനകൾക്ക് ശേഷം അവൾക്ക് കുങ്കുമം വെച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ദമയന്തി പറയുന്നുണ്ട്, കാർത്തികേയന്റെയും ഹരിയുടെയും കല്യാണം നല്ല രീതിക്ക് നടന്നു, ഇനി അടുത്തതായിട്ട് നിന്റെ കല്യാണമാണ് വേണ്ടത്. അത് കേട്ടപ്പോൾ ഗായത്രിയും പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോ അവര് ചോദിക്കുന്നുണ്ട്, അന്നത്തെ പ്രശ്നത്തിന് ശേഷം അവർ രണ്ടുപേരും നിന്നെ വീണ്ടും ശല്യപ്പെടുത്തിയോ? ഇല്ല അമ്മ, അന്നത്തെ ആ പ്രശ്നത്തിന് ശേഷം ഞാൻ തനിച്ച് പുറത്തെങ്ങോട്ടും പോയിട്ടില്ല. ശരി മോളെ, കുറച്ചു കാലം മോള് പുറത്ത് തനിച്ചൊന്നും പോവേണ്ട. അപ്പോഴേക്കും സിന്ധു അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവൾക്ക് ആരാധന തട്ട് നൽകിക്കൊണ്ട് ദമയന്തി ചോദിക്കുന്നുണ്ട്, ഹരി എവിടെയെന്ന്. അദ്ദേഹം ഇന്നലെ രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോയതാ, പക്ഷേ നേരം വൈകിട്ടും രാത്രിയായിട്ടൊന്നും അദ്ദേഹം വന്നിട്ടേ ഇല്ല. എന്താ മോള് പറഞ്ഞത്? ഹരി ഇന്നലെ രാത്രി വീട്ടിലേക്ക് വന്നിട്ടില്ലെന്നോ? ആ അതെ അമ്മ, ഇന്നലെ ഞാൻ ഒരുപാട് തവണ അദ്ദേഹത്തെ കോൾ ചെയ്ത് നോക്കി, പക്ഷേ എൻ്റെ കോൾ അദ്ദേഹം കട്ട് ചെയ്യാനുണ്ടായത്, ഒരു തവണ പോലും എടുത്തില്ല. അത് കേട്ടപ്പോൾ ദമയന്തിക്കും ആകെ ടെൻഷൻ ആവുകയാണ്. എന്തുകൊണ്ടായിരിക്കും ഹരി അങ്ങനെ പെരുമാറിയത്? അപ്പോൾ അവർ സംസാരിച്ചുകൊണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മിയും അവരുടെ സഹോദരൻ ഗിരീഷൊക്കെ പുറത്തവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ വേണമെന്ന് വെച്ച് മനഃപൂർവ്വം ചെയ്തതായിരിക്കില്ല, ഹോസ്പിറ്റലിൽ തിരക്കുണ്ടായിരിക്കും, മോൾ ടെൻഷൻ ആവണ്ട. ദമയന്തി സിന്ധുവിനെ ആശ്വസിപ്പിക്കുകയാണ്. പക്ഷേ സിന്ധുവിന്റെ മുഖത്ത് വല്ലാത്തൊരു വേദന ഉണ്ടായിരുന്നു. പക്ഷേ ജോലി കഴിഞ്ഞതിന് ശേഷമെങ്കിലും ഫോൺ വിളിച്ചിട്ട് നിന്നോട് കാര്യം പറയായിരുന്നു, അവൻ വിളിക്കാതിരുന്നത് തെറ്റ് തന്നെയാണ്. അപ്പോൾ സിന്ധുവും വിഷമത്തോടെ നിൽക്കുകയാണ് അത് കേട്ടിട്ട്. ദമയന്തിയും സിന്ധുവും സംസാരിക്കുന്നത് കേട്ട് നിൽക്കുകയാണ് ലക്ഷ്മിയും ഗിരീഷും ഒക്കെ പുറത്ത്. അപ്പോൾ ദമയന്തി ആണെങ്കിൽ സിന്ധുവിനോട് പറയുന്നുണ്ട്, അത് ചോദിക്കാനുള്ള എല്ലാ യോഗ്യതയും ഒരു ഭാര്യ എന്ന നിലയ്ക്ക് നിനക്കുണ്ട്. തീർച്ചയായിട്ടും നിനക്കിത് ഹരിയോട് ചോദിക്കാം. കല്യാണത്തിന് മുമ്പ് അവൻ എങ്ങനെ വേണമെങ്കിലും നടന്നോട്ടെ, പക്ഷേ ഇനി അങ്ങോട്ട് അവന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, അത് മനസ്സിലാക്കിയിട്ട് വേണം അവൻ ജീവിക്കാൻ. അപ്പൊ ലക്ഷ്മി ഇങ്ങനെ കേട്ട് നിൽക്കുകയാണ് എന്തൊക്കെയാണ് ദമയന്തി പറയുന്നത് എന്ന് അറിയാൻ. അപ്പോ ദമയന്തി സിന്ധുവിനോട് പറയുന്നുണ്ട്, ഇത് നിന്റെ കുടുംബ പ്രശ്നമാണ്. ഭാര്യയുടെയും ഭർത്താവിന്റെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവർ തന്നെ പരസ്പരം സംസാരിച്ച് തീർക്കണം, അതാണ് ഏറ്റവും നല്ലത്. ഇപ്പോ പ്രസവിച്ച അമ്മയാണെങ്കിൽ പോലും ഞാൻ മൂന്നാമതൊരു വ്യക്തി തന്നെയാണ്. ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കിടയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല. ഹരി നിന്റെ ഭർത്താവാണ്, അവനോട് എന്തും ചോദിക്കാനുള്ള ഉത്തരവാദിത്വം നിനക്കുണ്ട്. അത് കേട്ടപ്പോ സിന്ധു ഒരു നനുത്ത ചിരിച്ചിരിക്കുകയാണ്. പക്ഷെ അവളുടെ അമ്മ ലക്ഷ്മി ഇങ്ങനെ കേട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവർക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ദമയന്തിയോട്. അപ്പോൾ ദമയന്തി ആണെങ്കിൽ ലക്ഷ്മി നിൽക്കുന്നതൊന്നും അറിയാതെ സിന്ധുവിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവൻ നിന്റെ ഭർത്താവാണ്, ഇന്നലെ എന്തുകൊണ്ടാണ് വിളിച്ചപ്പോൾ ഫോൺ എടുക്കാത്തതെന്നും എന്താണ് വീട്ടിലേക്ക് വരാതിരുന്നതൊക്കെ ചോദിക്കാനുള്ള എല്ലാ യോഗ്യതയും നിനക്കുണ്ട്. എന്താണ് ദമയന്തി സിന്ധുവിന് പറഞ്ഞു കൊടുക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അക്ഷരമായിട്ട് കാത്തു നിൽക്കുകയാണ് ഗിരീഷും ലക്ഷ്മിയും ഒക്കെ. അപ്പോൾ ദമയന്തി പറഞ്ഞു കൊടുക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നീ ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോ, എന്നിട്ട് ഹരിയെ പോയി കണ്ടിട്ട് എന്തുകൊണ്ടാണ് ഇന്നലെ വീട്ടിലേക്ക് വരാത്തതെന്ന് അവനോട് ചോദിക്കും. അതിന് മറുപടി പറയേണ്ട എല്ലാ കടമയും അവനുണ്ട്. മോൾ ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് കൈയോടെ ഹരിയെ കൂട്ടിയിട്ട് വാ. അവൻ എന്തെങ്കിലും വിഷമത്തിലാണുള്ളതെങ്കിൽ അവനെ സമാധാനിപ്പിച്ചിട്ട് വേണം കൂട്ടിയിട്ട് വരാൻ. ലക്ഷ്മിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ടായിരുന്നു ദമയന്തിയുടെ ഉപദേശം കേട്ടിട്ട്. ശരിയമ്മ, ഞാൻ ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കൂട്ടിയിട്ട് വരാം. അത് പറഞ്ഞതും സിന്ധു വേഗം തന്നെ അവിടുന്ന് പോവാണ്. അപ്പൊ ഗിരീഷ് ചേച്ചിയോട് പറയണ്ട, ഇതെന്താ ചേച്ചി ദമയന്തി സിന്ധുവിനോട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഹരിയെ കൂട്ടിയിട്ട് വരാൻ പറയുന്നത്? അവളെ എവിടെ വേണേലും പോട്ടടാ, അവൾ പോയി വിളിച്ചു കഴിഞ്ഞാ ഹരി ഇങ്ങോട്ടേക്ക് വരുന്നാണോ നിനക്ക് തോന്നുന്നത്? തീർച്ചയായിട്ടും അവൻ വരില്ല. ആദ്യം ഇവള് ഹോസ്പിറ്റലിന്റെ അകത്ത് കയറിയാലല്ലേ, ഇവളകത്ത് കയറാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളൂ. അവളെ അപമാനിച്ച് നാണം കെടുത്തി ഹോസ്പിറ്റലിന്റെ അകത്ത് പോലും കയറ്റാതെ ഞാൻ പുറത്തേക്ക് ഇറക്കും. എൻ്റെ മോനെ കൊണ്ട് ഇതുപോലെ ഒരുത്തിയെ കല്യാണം കഴിപ്പിച്ചിട്ട് അവൾക്കൊപ്പം ജീവിക്കണം എന്ന് പറഞ്ഞാൽ അവൻ ജീവിക്കുന്നാണോ? അവരെ ജീവിക്കാൻ ഞാൻ അനുവദിക്കുന്നാണോ? സിന്ധു അടിക്കുന്ന അടിയില് ദമയന്തിയുടെ കണ്ണ് കലങ്ങണം.
അതും പറഞ്ഞിട്ട് ലക്ഷ്മി അവിടുന്ന് പോവാണ്. കാർത്തികേയൻ കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറിയ സമയത്ത് അവിടെ ഭൈരവിയുടെ സാരിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ, ഇവിടെ ഭൈരവിയുടെ സാരിയും ബാക്കിയൊക്കെ ഉണ്ടല്ലോ, ഇതിപ്പോ എന്താ ചെയ്യുക? അവനിങ്ങനെ ടെൻഷനോടെ ചിന്തിക്കുകയാണ്. ശരി, ഇത് എടുത്തുകൊണ്ട് പോയിട്ട് കട്ടിലിടാം എന്ന് പറഞ്ഞിട്ട് അവൻ അതിൽ നിന്ന് വലിക്കുകയാണ്. അപ്പൊ ബ്ലൗസ് അവിടെ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത് ബ്ലൗസ് എടുക്കുന്ന സമയത്ത് കൃത്യം അത് എടുക്കാൻ വേണ്ടിയിട്ട് ഭൈരവി ബാത്റൂമിനകത്തേക്ക് കയറുന്നുണ്ടായിരുന്നു. ഭൈരവി കയറിയപ്പോൾ കണ്ടത് തന്റെ ബ്ലൗസ് കൈ പിടിച്ച് നിൽക്കുന്ന കാർത്തികേയനെയാണ്. അത് കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നീ എന്താ ഈ ചെയ്യുന്നത്? പെട്ടെന്ന് ഭൈരവിയെ മുന്നിൽ കണ്ടതും കാർത്തികേയനും ഒന്ന് ചെറുതായിട്ട് ഞെട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് നിന്റെ ബ്ലൗസ്, താഴെ ഇട്. അപ്പോഴേക്കും അവനത് നിലത്തിടുകയാണ്. എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന സാരിയും നിലത്തിടുന്നുണ്ട്. നിലത്തിട്ടു. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എന്റെ റൂമിലേക്ക് വരാൻ പാടില്ല എന്ന്. എന്റെ റൂമിലേക്ക് വന്നതും പോരാഞ്ഞ് എന്റെ ബ്ലൗസും കൈ പിടിച്ച് നിൽക്കാണോ? നിന്നെ കാണുമ്പോൾ എനിക്ക് കൊല്ലാനുള്ള ദേഷ്യമാണ് വരുന്നത്. എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നീ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ വീട്ടിലുള്ള എല്ലാവരോടും പറഞ്ഞ് ഞാൻ നിന്നെ നാണം കെടുത്തും. അപ്പോൾ കാർത്തികേയൻ പറയുന്നുണ്ട്, ഞാൻ ബാത്റൂമിൽ കുളിക്കാൻ വേണ്ടി കയറിയതാണ്. ഇവിടെ വന്ന് നോക്കിയപ്പോൾ നിന്റെ സാരിയും ബ്ലൗസും ഒക്കെ ഇവിടെ കണ്ടു. അതെടുത്ത് പുറത്ത് കൊണ്ടുപോയി വെക്കാന്ന് കരുതിയപ്പോഴാണ് നീ കയറി വന്നത്. അതിന് ഇത്രമാത്രം തെറ്റെന്താ ഉള്ളത്? നീ എന്തൊക്കെയാ വായിൽ വന്നതുപോലെ എന്നെ പറയുന്നത്? എനിക്കും ബഹുമാനത്തോടെ പെണ്ണിനെ കാണാൻ അറിയാം. ഞാനും ഒരു പെണ്ണിന് ജനിച്ച മകൻ തന്നെയാണ്. ഒരുപാട് ഓവറായിട്ട് പ്രതികരിക്കൊന്നും വേണ്ട. ഓ, അപ്പോ അമ്മയ്ക്കും സഹോദരിമാരൊക്കെ ഉള്ള ആൾക്കാരൊന്നും തെറ്റ് ചെയ്യുന്നില്ലെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അത് കേട്ടതും കാർത്തികൻ ഒന്നും മറുപടി പറയാനില്ലാതെ ആയിരുന്നു. അവള് തിരിച്ചു പറയുന്നുണ്ട്, നാട്ടിൽ റേപ്പ് ചെയ്യുന്നവരും തെറ്റ് ചെയ്യുന്നവരിൽ മുക്കാഭാഗം ആൾക്കാരും സഹോദരിമാരും അമ്മമാരും ഒക്കെ ഉള്ളവർ തന്നെയാണ്. തന്റെ മുഖത്ത് നോക്കി ഭൈരവി അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ അവന് തിരിച്ചൊന്നും പറയാനാവുന്നുണ്ടായിരുന്നില്ല. നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പക്ഷെ അവളോട് തിരിച്ചൊന്നും പ്രതികരിക്കുന്നില്ല. നിനക്ക് സഹോദരി ഉണ്ടെന്ന് കരുതിയിട്ട് നിന്നെ നല്ലവനായിട്ടൊന്നും എനിക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. മര്യാദക്ക് നീ റൂമിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോകാൻ നോക്ക്. ഞാൻ ഈ ബാത്റൂമിൽ കയറി കുളിക്കുന്നത് വരെ നീ എന്തിനാ വിലക്കുന്നത്? താഴെ ബാത്റൂമിൽ വെള്ളം വരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. താഴെ ബാത്റൂമിൽ വെള്ളം വരുന്നില്ല എന്ന് കരുതി നിനക്ക് കുളിക്കാൻ വേറെ സ്ഥലമൊന്നും ഇല്ലേ? ഈ നാട്ടില് ഒരുപാട് കുളങ്ങളും കിണറുകളും ഒക്കെ ഉണ്ടാവും. പുറത്ത് പോയിട്ട് കുളിക്ക്. ഓ, നിന്നെ കൊണ്ട് ഞാൻ തോറ്റു, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തികൻ ഇറങ്ങി പോവാണ്. അവനവിടെ നിലത്തിട്ടിട്ടുണ്ടായിരുന്ന സാരി എടുക്കുമ്പോൾ ഭൈരവി ചിന്തിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഇവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം. ഇവൻ എപ്പോഴാ റൂമിലേക്ക് കയറി വരിക ഇറങ്ങി പോവാന്നും പറയാൻ പറ്റില്ല. ഭൈരവി തിരിച്ച് റൂമിലേക്ക് വന്നപ്പോഴാണ് അവരുടെ ഫോൺ റിങ് ചെയ്യുന്നത്. ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടറായിരുന്നു. നിങ്ങളുടെ അമ്മയ്ക്ക് ഇന്ന് MRI സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞതല്ലേ, നിങ്ങൾ എപ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നത്? പെട്ടെന്ന് ഡോക്ടർ ചോദിച്ചപ്പോഴാണ് ഭൈരവിക്ക് ആ കാര്യം ഓർമ്മ വന്നത്. പെട്ടെന്ന് ചോദിച്ചതുകൊണ്ട് അവൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ക്യാൻ യു ഹിയറിംഗ് മീ? യെസ് ഡോക്ടർ. നിങ്ങളോട് എപ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് വരുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ അമ്മയോട് സംസാരിച്ചതിന് ശേഷം ഡോക്ടറെ അങ്ങോട്ടേക്ക് വിളിക്കാം. ശരി എന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യാണ്. അപ്പോൾ അവൾ ചിന്തിക്കുന്നുണ്ട്, അയ്യോ, ഡോക്ടർ ഇപ്പോൾ അമ്മയെ MRI സ്കാനിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞിരിക്കുകയാണല്ലോ. ഇതിപ്പോൾ അമ്മയോട് എങ്ങനെയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക? മഹാലക്ഷ്മി നേരെ മുറിയിലേക്ക് പോയിട്ട് സ്നേഹയാണ് കോൾ ചെയ്യുന്നത്. എന്നിട്ട് ഹരി എവിടെയും ചോദിക്കുന്ന സമയത്ത് അവന് ഹോസ്പിറ്റലിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അവളും ഹോസ്പിറ്റലിൽ തന്നെയാണുള്ളത്. ഇന്നലെ മുഴുവൻ ഹരി ഇങ്ങോട്ടേക്ക് വരാത്തത് കാരണം സിന്ധു ഹരി അന്വേഷിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. അത് കേട്ടപ്പോൾ തന്നെ സ്നേഹയ്ക്ക് ദേഷ്യം വരികയാണ്. അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഒരു കാരണവശാലും സിന്ധുവിനെ ഹോസ്പിറ്റലിലേക്ക് കയറ്റാൻ പാടില്ല. അവളെ നാണം കെടുത്തി അപമാനിച്ചിട്ട് വേണം അവിടുന്ന് വിടാൻ വേണ്ടി. ഒരു കാരണവശാലും സിന്ധുവിനൊപ്പം നീ ഹരിയെ പറഞ്ഞു വിടാൻ പാടില്ല. അവളെ ഈ വീട്ടിൽ നിന്ന് ഞാൻ അടിച്ചു തുരത്തിയതിന് ശേഷം മാത്രം ഹരിനെ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. അതുവരെ നീ അവനെ ഹോസ്പിറ്റലിൽ തന്നെ സ്റ്റേ ചെയ്യാൻ വേണ്ടി വിട്ടാൽ മതി. ഓക്കെ ആന്റി, ഞാൻ നോക്കിക്കോളാം. സിന്ധു വന്നു കഴിഞ്ഞാൽ അവൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിട്ട് ഞാൻ അവിടെ പറഞ്ഞു വിട്ടോളാം. ശരി സ്നേഹ എന്ന് പറഞ്ഞിട്ട് കോൾ കട്ടിയാണ്. ഗായത്രിയുടെ മുറിയിലേക്ക് വന്നിട്ട് ദമയന്തി കാർത്തികനെ അന്വേഷിക്കുകയാണ്. ഞാൻ ഈ വീട് മുഴുവൻ നോക്കി, അവനെ കാണുന്നില്ല. ഞാനും കണ്ടില്ല അമ്മ. അവൾ പറയുന്നുണ്ട്. അങ്ങോട്ടേക്കാണ് ഭൈരവി വരുന്നത്. അപ്പോൾ ഗായത്രിയെ കണ്ടപ്പോൾ ഭൈരവി ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അയ്യോ, ഗായത്രി ഉണ്ടല്ലോ ഇവിടെ. ഇപ്പോ അമ്മയെ എങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടുന്ന കാര്യം പറയുക? അപ്പോഴാണ് ഭൈരവിയെ അവർ കാണുന്നത്. വാ ഭൈരവി, എന്താ മോളെ കാര്യം? ഇല്ല അമ്മയെ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കാൻ വേണ്ടി വന്നതാ. ഞാൻ വരാം മോളെ. ഞാൻ കാർത്തികേയനെ അന്വേഷിച്ച് ഇറങ്ങിയതായിരുന്നു. അവനെ ഇവിടെ എവിടെയും കണ്ടില്ല. മോള് കണ്ടിരുന്നോ? അപ്പോഴാണ് ഗായത്രിയുടെ ബാത്റൂമിൽ നിന്ന് കുളിച്ചിറങ്ങി വരുന്നത്. അവനെ കണ്ടത് ഒരു 3 പേരും ഞെട്ടിയിട്ട് നോക്കുകയാണ്. നീ എപ്പോഴാ ഈ ബാത്റൂമിൽ പോയത്? നിന്റെ മുറിയിലെ ബാത്റൂമിലായിട്ട് നീ എന്തിനാണ് ഗായത്രിയുടെ ബാത്റൂമിൽ വന്നിരിക്കുന്നത്? അപ്പോ അവൻ ഭൈരവിയെ നോക്കിക്കൊണ്ട് പറയാണ്, അത് എന്റെ റൂമിലെ ബാത്റൂമിൽ വെള്ളം വരുന്നില്ല, അതുകൊണ്ട് വന്നതാ. വെള്ളം വരുന്നില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ശരിയാക്കണം. വെള്ളം വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നീ ഇവിടെ വന്ന് കുളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭൈരവി എവിടെ പോയിട്ടാ കുളിക്കുക? പോയി ഇപ്പൊ തന്നെ നിന്റെ റൂമിലെ ബാത്റൂമിന്റെ പൈപ്പൊക്കെ ശരിയാക്ക്. പൈപ്പല്ല ശരിയാക്കേണ്ടത്, നിങ്ങളുടെ മരുമകളുടെ മനസ്സാണ് ശരിയാക്കേണ്ടത്. മനസ്സിൽ ചിന്തിക്കുകയാണ്. ശരിയമ്മ,
ഞാൻ പോയിട്ട് ബാത്റൂമിലെ പൈപ്പൊക്കെ ശരിയാക്കാന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോവാണ്. അതിനുശേഷം ഗായത്രിയോട് കേനുള്ള ഭക്ഷണം എടുത്തു വെക്കാൻ വേണ്ടി പറയാണ്. പിന്നീട് ഭൈരവിയോട് പറയുന്നുണ്ട് അവൻ സ്വയം കണ്ടറിഞ്ഞ് ഒന്നും ചെയ്യില്ല, എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തന്നെ അവനെ കൊണ്ട് ചെയ്യിക്കണം. ഗായത്രി അവിടെ നിന്ന് പോയപ്പോൾ തന്നെ ഭൈരവി വന്നിട്ട് അമ്മയോട് പറയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു, അമ്മയുടെ തലയുടെ സ്കാൻ ചെയ്യാൻ വേണ്ടി പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തിനാ പോകുന്നത്? അവർക്കൊന്നും മനസ്സിലായില്ല. ഹോസ്പിറ്റലിൽ നിന്നെല്ലാം കഴിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്. അല്ല അമ്മ, അന്ന് കിണറ്റിൽ വേണ്ട സമയത്ത് അമ്മയുടെ തല കൊണ്ടുപോയിട്ട് ഭിത്തിയിൽ ഇടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിന്റെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നാണ് ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിന് വലിയ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് ദമയന്തി സംസാരിക്കുന്നത്. അന്ന് ഹോസ്പിറ്റലിൽ തന്നെ അതിന്റെ സ്റ്റിച്ചൊക്കെ ഇട്ടതല്ലേ, ഇനി എന്താ ചെയ്യാനുള്ളത്? ഇനി ഒന്നും വേണ്ട, ഇപ്പൊ എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. പിന്നെ എന്തിനാ ആവശ്യമില്ലാതെ നമ്മൾ വെറുതെ ഹോസ്പിറ്റലിൽ പോകുന്നത്? ഇപ്പോ ഇടയ്ക്കിടയ്ക്ക് അമ്മയ്ക്ക് തലവേദനിക്കുന്നില്ലേ, അത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ അതിനുള്ള മരുന്ന് തരും. തലവേദനിക്കുന്നതിനൊക്കെ മരുന്ന് കഴിക്കാൻ നിന്നാ നമ്മൾ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. ഇനി എനിക്ക് തലവേദനിക്കുന്ന സമയത്ത് മോളുടെ കൈ കൊണ്ട് മോൾ എനിക്ക് ചൂടായിട്ട് ഒരു കോഫി ഉണ്ടാക്കി തന്നാൽ മതി, എന്റെ തലവേദന പമ്പ കിടക്കും. ഈ ഹോസ്പിറ്റലും മരുന്നും മന്ത്രവും ഒന്നും എനിക്ക് ഇഷ്ടമല്ല മോളെ. അതുകൊണ്ടാണ് എനിക്ക് സുഖമില്ലാതായി കഴിഞ്ഞാൽ ഹരിയോട് പോലും ആ കാര്യം പറയാത്തത്. അവർ ചിരിച്ചുകൊണ്ട് അതിനെ ലഘൂകരിക്കുകയാണ്. പക്ഷെ എങ്ങനെയാണ് ഇവർക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നറിയാത്ത അവസ്ഥയിലാണ് ഭൈരവി നിൽക്കുന്നത്. ദമയന്തി ഭൈരവിയുടെ കൈയും പിടിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവളെ കൂട്ടിക്കൊണ്ട് പോവാണ്. പക്ഷെ എങ്ങനെയെങ്കിലും ഇവരൊന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്നുള്ള വേവലാതിയോട് കൂടിയാണ് ഭൈരവി അവർക്കൊപ്പം പോകുന്നത്. അതേസമയം ഹോസ്പിറ്റലിലാണെങ്കിൽ സെക്യൂരിറ്റിമാരൊക്കെ ചേർന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സ്നേഹ അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് സ്നേഹ സിന്ധുവിന്റെ ഫോട്ടോ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഇവളുടെ പേര് സിന്ധു, ഡോക്ടർ ഹരിയുടെ ഭാര്യയാണ്. അപ്പോ അദ്ദേഹത്തെ ചതിച്ചുകൊണ്ടാണ് ഇവൾ കല്യാണം കഴിച്ചത്. ഇവളുടെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലായിട്ടാണ് ഡോക്ടർ ഹോസ്പിറ്റലിൽ തന്നെ സ്റ്റേ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവളിപ്പോ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാൽ ഇവളെ അകത്തേക്ക് കയറ്റാൻ പാടില്ല. ശരി മാഡം, ഞങ്ങൾ നോക്കിക്കോളാം. അപ്പോൾ അവൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, സിന്ധു ഇന്ന് നീ ഇവിടെ വന്നു കഴിഞ്ഞാൽ നീ അപമാനിച്ച് നാണം കെട്ടിട്ടാ തിരിച്ചു പോകുള്ളൂ. അപ്പോഴേക്കൊരു ഓട്ടോയിൽ സിന്ധു അങ്ങോട്ടേക്ക് വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവളെ കണ്ടപ്പോൾ തന്നെ അവർക്ക് ആളെ മനസ്സിലായി. എല്ലാവരും കൂടെ പരസ്പരം പറയുന്നുണ്ട് ഈ പെണ്ണിനെ അകത്തേക്ക് കയറ്റി വിടരുതെന്നാണ് മേഡം ഇപ്പോൾ പറഞ്ഞിട്ട് പോയത്. എല്ലാവരും അലേർട്ടായിട്ട് ഇരിക്കണം കേട്ടല്ലോ, ഒരു കാരണവശാലും ഇവളെ അകത്തേക്ക് കയറ്റി വിടരുത്. സിന്ധു അകത്തേക്ക് കയറാൻ വേണ്ടി പോകുമ്പോഴേക്കും ആ ഒരു സ്ത്രീ വന്നിട്ട് അവളോട് ചോദിക്കുകയാണ് നിങ്ങൾ ആരെ കാണാൻ വേണ്ടി വന്നതാണ്? ഡോക്ടർ ഹരിയെ കാണാൻ വേണ്ടി വന്നതാണ്. ഡോക്ടർ ഹരി സാർ ഇപ്പോ ഒരു മീറ്റിംഗിലാണുള്ളത്, ഇന്ന് അദ്ദേഹത്തെ കാണാൻ പറ്റില്ല. നിങ്ങൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി നാളെ വന്നാൽ മതി. നാളെ വരാനോ? പറ്റേയില്ല, എനിക്ക് ഇപ്പൊ തന്നെ അദ്ദേഹത്തെ കാണണം. സിന്ധു വന്നിട്ടുണ്ടെന്ന് അദ്ദേഹത്തോട് പോയിട്ട് പറ, അദ്ദേഹം തന്നെ ഇങ്ങോട്ടേക്ക് വരും. നിങ്ങളോട് മലയാളത്തിലല്ലേ പറഞ്ഞത് അദ്ദേഹം ബിസിയാണെന്ന്? ഇപ്പൊ അദ്ദേഹത്തെ കാണാൻ സാധിക്കില്ല, പോയിട്ട് നാളെ വാ. അത് കേട്ടപ്പോൾ അവള് പറയുന്നുണ്ട് ഞാൻ ആരാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയൊന്നുമല്ല സംസാരിക്കുക. നോക്ക്, നിങ്ങൾ ആരായാലും ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല. സാർ ഇപ്പൊ ബിസിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ, മര്യാദയ്ക്ക് ഇവിടുന്ന് പോവാൻ നോക്ക്. ഞാൻ ഡോക്ടർ ഹരിയുടെ ഭാര്യയാണ്. ഇന്നലെ തൊട്ട് അദ്ദേഹം വീട്ടിൽ വന്നിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തോട് അകത്തേക്ക് പോയിട്ട് ഭാര്യയായിട്ടുള്ള സിന്ധു വന്നിട്ടുണ്ടെന്ന് പറ. അദ്ദേഹം നേരിട്ട് ഇങ്ങോട്ടേക്ക് വരും. ഇങ്ങോട്ടേക്ക് നോക്ക് മാഡം, നിങ്ങൾക്ക് ഡോക്ടറെ കാണണമെങ്കിൽ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചിട്ട് സംസാരിക്കേ. അദ്ദേഹം ഫ്രീ ആണെങ്കിൽ അദ്ദേഹം ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങളെ കാണും. അല്ലാതെ ഇപ്പൊ നിങ്ങളെ അകത്തേക്ക് കയറ്റി വിടാൻ സാധിക്കില്ല. അത് കേട്ടപ്പോൾ സിന്ധു ഹരിയെ കോൾ ചെയ്യാണ്. അവരാണ് ക്യാബിനിലാണ് ഉണ്ടായിരുന്നത്. ഇതൊക്കെ സിന്ധു അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നൊക്കെ സ്നേഹ അവിടെ മാറി എന്ന് കാണുന്നുണ്ടായിരുന്നു. സിന്ധു എത്ര തവണ വിളിച്ചിട്ടും ഹരി അവളുടെ കോൾ അറ്റൻഡ് ചെയ്യുന്നതേ ഇല്ല, കട്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അവസാനം സിന്ധു അവരോട് തന്നെ പറയാണ് അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല, എനിക്കിപ്പോ തന്നെ അദ്ദേഹത്തെ കാണേണ്ട ആവശ്യമുണ്ട്, മര്യാദയ്ക്ക് എന്നെ അകത്തേക്ക് വിട്. ഇങ്ങോട്ട് നോക്ക്, നിങ്ങളോട് മലയാളത്തിലാണ് പറഞ്ഞത് നിങ്ങളെ അകത്തേക്ക് കയറ്റി വിടാൻ പറ്റില്ല എന്ന്. എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് ഫോണിൽ വിളിച്ച് സംസാരിച്ചാൽ മതി. ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ്, എന്നെ അകത്തേക്ക് കയറ്റി വിടാൻ പറ്റില്ല എന്ന് പറയാൻ നിങ്ങൾ ആരാണ്? സിന്ധു അവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. മര്യാദയ്ക്ക് നിങ്ങൾ വഴിമാറാൻ നോക്ക്. അപ്പൊ ആ സ്ത്രീ പറയുന്നുണ്ട് നിങ്ങളോട് മലയാളത്തിലല്ലേ പറഞ്ഞത്, ഇതൊരു ഹോസ്പിറ്റലാണ്, ഇവിടെ പ്രശ്നം ഉണ്ടാക്കരുത്. അത് കേട്ടപ്പോൾ സിന്ധു ആകെ പേടിച്ച് നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.